Hi friends, welcome to my YouTube channel H Media. Three Max Beginner to Advanced ട്യൂട്ടോറിയലിൻ്റെ 5th ലെസൺ ആണിത്. ഈ ഒരു ലെസൺ മുതൽ 3D Maxനൊപ്പം വീറെ എന്ന പ്ലഗിൻ കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3D Max യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സീൻസ് ടെക്സ്ചറിങ്, ലൈറ്റിംഗ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീറെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ലെസണിലൂടെ വീറയുടെ ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. വീറെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 3D Max ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ F10 പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീറെ നമുക്കിവിടെ നിന്ന് അസൈൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ വീറെ അസൈൻ ചെയ്തതിന് ശേഷം സേവ് എസ് ഡിഫോൾട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ 3D Max ഓപ്പൺ ചെയ്യുമ്പോൾ വീറെ ഡിഫോൾട്ടായി ഇതിൽ സെറ്റ് ആയിരിക്കും. വീറെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ ബാർ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ടൂൾ ബാർ മിസ്സാവുകയാണെങ്കിൽ മെയിൻ ടൂൾ ബാറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് വീറെ ടൂൾ ബാർ തിരിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിനെ ഈ ഒരു ടൂൾ ബാറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്കിവിടെ തീരുമാനിക്കാൻ സാധിക്കും. ഞാനിത് ലെഫ്റ്റിലാണ് ഈ ഒരു ടൂൾ ബാർ അസൈൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ടൂൾ ബാറിൽ ലൈറ്റ് ലിസ്റ്റർ, വീറെ ലൈറ്റ് തുടങ്ങിയ ടൂൾസ് നമുക്ക് ഈസിയായി നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യമായി ഒരു സീനിൻ്റെ ലൈറ്റിംഗ്, അതിൻ്റെ ക്യാമറ സെറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. വീറെ സ്റ്റുഡിയോ ലൈറ്റിംഗ് സിസ്റ്റമാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് വ്യൂവിൽ റെക്റ്റാങ്കിൾ യൂസ് ചെയ്താണ് ഞാൻ ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കുന്നു. നമുക്ക് ഈ ഒരു 2 സെഗ്മെൻറ്റ്സ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു കോർണറിലെ ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിനെ സ്മൂത്ത് ആക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഫില്ലറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ ഈ ഒരു വെർട്ടെക്സിനെ നമുക്ക് കർവ് ചെയ്യാം. അതിനുശേഷം എഡിറ്റബിൾ സ്പ്ലൈനിൽ സ്പ്ലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ എടുക്കാം. ഇനി ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്യാണ്. ഇതിലാണ് നമ്മൾ വീറെ സ്റ്റുഡിയോ ലൈറ്റിംഗ് ചെയ്യുന്നത്. അടുത്തായി ഞാനൊരു ടീപോട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടീപോട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീറെ മെറ്റീരിയൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ ഈ ഒരു സീനിന് ഒരു ബേസിക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് അസൈൻ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് എങ്ങനെ ഈ ഒരു സീൻ വീറെ ലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ലൈറ്റിംഗ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഇതിനെ നമുക്കൊരു മെറ്റീരിയൽ സ്ലോട്ട് എന്ന് പറയാം. ഇതുപോലെ നമുക്ക് 24 മെറ്റീരിയൽ സ്ലോട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സ്ലോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സീനിലേക്ക് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്ലോട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സ്ലോട്ടിൽ നമുക്ക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് അസൈൻ ചെയ്തതിന് ശേഷം നമുക്കത് ആ ഒരു മെറ്റീരിയലിനെ നമുക്ക് കോപ്പി ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് അതേ സ്ലോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഒരു ബേസിക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഈ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്കിവിടെ ബേസിക് പാരാമീറ്ററിൽ നമുക്കിവിടെ കാണാം ഡിഫ്യൂസ്. ഈ ഒരു മെറ്റീരിയലിന് കളറായോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് മാപ്പായോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ബേസിക് കളറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കളർ സെലക്ടറിൽ നിന്ന് ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സീൻ ഞാൻ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഈ ഒരു മെറ്റീരിയൽ ഇതിലേക്ക് അസൈൻ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സീനിലേക്ക് ഈ ഒരു മെറ്റീരിയൽ അസൈൻ ആയതായി കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സീനിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഫ്യൂസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായി ഈ ഒരു സീനിൽ നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് ആവുന്നതായി കാണാൻ സാധിക്കും. വേറെ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു സീൻ എങ്ങനെ ലൈറ്റിംഗ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ടോപ്പ് വ്യൂവിലാണ് വരുന്നത്. ടോപ്പ് വ്യൂവിൽ വന്ന ശേഷം ഇവിടെ ക്രിയേറ്റ് പാനലിൽ നിന്ന് നമുക്ക് ഈ ഒരു വീറെ ലൈറ്റ് സെലക്ട് ചെയ്യാം. കൂടാതെ നമുക്കിവിടെ ഈ ഒരു ടൂൾ ബാറിൽ നിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഈ ഒരു ലൈറ്റ് നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാൻ സാധിക്കും. ഈ ടോപ്പ് വ്യൂവിൽ ഈ ഒരു വീറെ ലൈറ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുകയാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റുഡിയോ ലൈറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഒരു വീറെ ലൈറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വീറെ ലൈറ്റിൻ്റെ 2 കോപ്പി ഞാനിവിടെ എടുക്കുകയാണ്. ഇതുപോലെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുക്കുന്നു. അതിനുശേഷം അടുത്തൊരു കോപ്പിയും കൂടി ഇവിടെ ഞാൻ എടുക്കുകയാണ്. ഈ വീറെ ലൈറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ലൈറ്റുകളെ സെലക്ട് ചെയ്യാണ്. ഫ്രണ്ട് വ്യൂവിൽ വന്ന് ജസ്റ്റ് ഇതിനെ മുകളിലേക്ക് ഇതുപോലെ പൊന്തിച്ചു വയ്ക്കുകയാണ്. നമുക്കിവിടെ ഈ ലൈറ്റുകൾക്ക് പ്രൈമറി ലൈറ്റ്, സെക്കൻഡറി ലൈറ്റ്,
ഫിൽ ലൈറ്റ് എന്നിങ്ങനെ നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ലൈറ്റിംഗ് സിസ്റ്റത്തെ 3 പോയിന്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്നും അറിയപ്പെടുന്നതാണ്. ഞാൻ ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്തവിടെ പ്രൈമറി ലൈറ്റിംഗ് എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് സെക്കൻഡറി ലൈറ്റ് എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. അടുത്തായി നമുക്ക് ഈ ഒരു ലൈറ്റിനെയാണ് ഞാൻ ഫിൽ ലൈറ്റ് ആയി സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഇതിന് ഫിൽ ലൈറ്റ് എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം ഫിൽ ലൈറ്റിനെ ഞാൻ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു പ്രൈമറി ലൈറ്റിനെയും സെക്കൻഡറി ലൈറ്റിനെയും റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ വെക്കാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിനായി ഞാനൊരു ക്യാമറ ഇതിലേക്ക് അസൈൻ ചെയ്യുകയാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ക്യാമറ വ്യൂ ആയി ചേഞ്ച് ചെയ്യുന്നതിനായി നമുക്ക് ഏത് രീതിയിലാണോ ക്യാമറ വേണ്ടത് പെർസ്പെക്റ്റീവിൽ നിന്ന് വ്യൂ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കീബോർഡിൽ Ctrl+C പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ ക്യാമറ വ്യൂ ആയി ചേഞ്ച് ആയതായി കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഫിസിക്കൽ ക്യാമറയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ ക്യാമറ എന്ന് പറഞ്ഞാൽ റിയൽ ക്യാമറ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ലെവലിലാണ് നമ്മൾ ഇവിടെ ഫിസിക്കൽ ക്യാമറയും സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്ത ശേഷം മോഡിഫൈ എടുക്കുകയാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ക്യാമറ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡിഫൈയിൽ നിന്ന് ഈ ഒരു ക്യാമറനെ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പർച്ചർ എഫ് നമ്പർ നമുക്ക് ഡിഫോൾട്ടായി 8 ആണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ അത് ചേഞ്ച് ചെയ്യുന്നില്ല. നമുക്കിവിടെ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ടൈപ്പിൽ നിന്ന് നമ്മൾ സെക്കൻഡ്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ ഞാനിവിടെ 50 ആണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ISO നമുക്കിവിടെ ഇതിൻ്റെ എക്സ്പോഷർ ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ISO സെറ്റ് ചെയ്യുക. അതിനായി ഇവിടെ ഇൻസ്റ്റാൾ എക്സ്പോഷർ കൺട്രോൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മാനുവൽ സെലക്ട് ചെയ്ത് നമുക്കിവിടെ 100 സെറ്റ് ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കൊരു സീനിൽ എത്ര വേണമെങ്കിലും ക്യാമറ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെർസ്പെക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് അടുത്ത ക്യാമറ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ വ്യൂ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത വ്യൂ ഇതുപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും Ctrl+C പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ക്യാമറ ഇവിടെ സെറ്റ് ആവുന്നതായി കാണാൻ സാധിക്കും. 3ds Maxന്റെ ഓൾഡർ വെർഷൻസിലാണെങ്കിൽ ബേസിക് ക്യാമറയാണ് ഇവിടെ Ctrl+C പ്രസ് ചെയ്യുമ്പോൾ സെറ്റ് ആവുക. ന്യൂ വെർഷനുകളിൽ ഫിസിക്കൽ ക്യാമറയാണ് നമ്മൾ Ctrl+C പ്രസ് ചെയ്യുമ്പോൾ സെറ്റായി വരിക. ഫിസിക്കൽ ക്യാമറ കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് വേറെ ഫിസിക്കൽ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സീനിന് നല്ല റിസൾട്ട് കിട്ടാനായി നമുക്ക് ഫിസിക്കൽ ക്യാമറ യൂസ് ചെയ്യാം. ഞാനിവിടെ 2 ക്യാമറ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഏത് ക്യാമറയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഫിസിക്കൽ ക്യാമറ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ആ ഒരു വ്യൂ ഇവിടെ കിട്ടിയതായി കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ ആ ഒരു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ക്യാമറ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റിംഗ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ലൈറ്റിനെ സെറ്റ് ചെയ്യാനായി വേറെ ലൈറ്റ് ലിസ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ലൈറ്റുകൾക്ക് പേര് കൊടുത്ത കാരണം നമുക്കിവിടെ നിന്ന് ഏത് ലൈറ്റാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ നിന്ന് അതിൻ്റെ വാല്യൂ ഈസിയായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ എല്ലാ ലൈറ്റുകളെയും ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം പ്രൈമറി ലൈറ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ നിന്ന് ഇതിൻ്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ യൂണിറ്റ് വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ നിന്ന് ഇതിൻ്റെ മൾട്ടിപ്ലയറിൽ ഇതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ 500 സെറ്റ് ചെയ്യുകയാണ് ഞാൻ. നമുക്ക് ക്യാമറ വ്യൂയിലേക്ക് വരാം. അതിനുശേഷം ഈ ഒരു റിസൾട്ട് നമുക്ക് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. റെൻഡർ ചെയ്യുന്നതിനായി നമുക്കിവിടെ റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് റെൻഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഷോർട്ട് കീ ആയി നമുക്ക് Shift Q യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ഈ ഒരു പ്രൈമറി ലൈറ്റ് മാത്രമാണ് ആക്റ്റീവ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ലിസ്റ്ററിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഈ ലൈറ്റിന്റെ എക്സ്പോഷർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രൈമറി ലൈറ്റിന്റെ വാല്യൂ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 1000 സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്രെയിം ബഫറിൽ ഇന്ററാക്റ്റീവ് റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഇന്ററാക്റ്റീവ് റെൻഡറിങ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്യാമറ ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇവിടെ ഇത് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത വ്യൂസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ചേഞ്ചസ് വരില്ല. ഞാനിവിടെ ഈ ഒരു ലോക്ക് ഒഴിവാക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ററാക്റ്റീവ് റെൻഡറിങ്ങിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു വ്യൂ പോർട്ട് ആയിരിക്കും ഇവിടെ കാണുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഈ ഒരു ലോക്ക് ഇവിടെ ഓൺ ചെയ്യുകയാണ്. ഫിസിക്കൽ ക്യാമറ 1 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ഏത് വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഇവിടെ റിസൾട്ട് ചേഞ്ച് ആവില്ല. ബാക്കിയുള്ള വ്യൂ പോർട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ഈ ഒരു ലൈറ്റിനെ ഓഫ് ചെയ്യുന്നു. ഇനി നമുക്ക് സെക്കൻഡറി ലൈറ്റിംഗ് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു സെക്കൻഡറി ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് വാട്ട്സിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇതിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 500 ആണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ലൈറ്റ് ലിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് പ്രൈമറി ലൈറ്റും കൂടി എനേബിൾ ചെയ്യാൻ പോവുകയാണ്. നമുക്കിതുപോലെ കിട്ടിയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ സെക്കൻഡറി ലൈറ്റിംഗ് 1000 ആക്കാം. നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു സീൻ കാണാൻ സാധിക്കും. അടുത്തായി ഞാൻ ഈ ഒരു പ്രൈമറി ലൈറ്റും സെക്കൻഡറി ലൈറ്റും ഡിസേബിൾ ചെയ്യുകയാണ്. അതിനുശേഷം ഫിൽ ലൈറ്റ് മാത്രം ഓൺ ചെയ്യുന്നു.
ഫിൽ ലൈറ്റിൻ്റെ യൂണിറ്റ് ഞാനിവിടെ റേഡിയൻറ്റ് പവർ ആക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ മൾട്ടിപ്ലയർ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിനി ഈ 3 ലൈറ്റും ഓൺ ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈറ്റിംഗ്, ക്യാമറ സെറ്റിംഗ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു സീൻ നമുക്കിതിൻ്റെ റെൻഡർ സെറ്റപ്പിൽ കോമൺ എന്ന ഈ ഒരു പാരാമീറ്ററിൽ നമുക്കിവിടെ റെൻഡറിൻ്റെ ഔട്ട്പുട്ട് സൈസ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മോഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ കോൾഡ് ലൈറ്റിംഗ്, വാം ലൈറ്റിംഗ് തുടങ്ങിയവ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. 6500 മുകളിലാണ് വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ കോൾഡ് ലൈറ്റിംഗ് ആയും 6500 താഴെ വാല്യൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ലൈറ്റ് വാം ലൈറ്റ് ആയും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 7500 ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ലൈറ്റിംഗ് ഇവിടെ കോഡ് ലൈറ്റിംഗ് ആയി മാറിയതായി കാണാൻ സാധിക്കും. ഞാനിവിടെ 7500 പകരം ഒരു 4000 ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ലൈറ്റ് വാം ലൈറ്റ് ആയി മാറിയതായി കാണാൻ സാധിക്കും. ഈ ഒരു 2 ലൈറ്റും കൂടി മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ റിസൾട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാനിവിടെ പ്രൈമറി ലൈറ്റിങ്ങിൽ 7500 സെറ്റ് ചെയ്യുകയാണ്. സെക്കൻഡറി ലൈറ്റിങ്ങിൽ ഞാനിവിടെ 4000 ആണ് സെറ്റ് ചെയ്യുന്നത്. റെൻഡറിങ് ഫാസ്റ്റ് ആക്കാനായി നമുക്ക് ഈ ഒരു റെൻഡർ സെറ്റപ്പിൽ ഗ്ലോബൽ ഇലുമിനേഷൻ, ഇതിൽ ലൈറ്റ് ക്യാഷ് നമുക്കിവിടെ ഈ വാല്യൂ റെഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫൈനൽ റെൻഡറിങ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ നോയ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായി ഞാനിവിടെ റെൻഡർ എലമെൻറ്റ്സിൽ വരുന്നു. നമുക്കിവിടെ ഡീനോയ്സർ അപ്ലൈ ചെയ്യാം. ഷോർട്ട് ഡിനോയ്സർ റിസൾട്ട് ചാനൽ നമുക്കിവിടെ നിന്ന് ആക്റ്റീവ് ചെയ്യാം. ഇനി നമുക്കിതിനെ റെൻഡർ ചെയ്ത് നോക്കാം. നമുക്കിതുപോലെ വളരെ ഫാസ്റ്റായി നമ്മളുടെ ഒരു റെൻഡറിങ് ഫിനിഷ് ആയതായി കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രൊഡക്റ്റിനെ റെൻഡർ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു റെൻഡർ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സേവ് എസ് ടൈപ്പിൽ JPG സെലക്ട് ചെയ്ത് നമുക്കിവിടെ നിന്ന് ഇമേജായി ഇതിനെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ലെസണിലൂടെ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ കണ്ടിന്യൂറ്റിയായി നമുക്ക് അടുത്ത ലെസണിലൂടെ വിറേ യൂസ് ചെയ്ത് ഗോൾഡ്, മെറ്റൽ, ഗ്ലാസ് തുടങ്ങിയ അഡ്വാൻസ് മെറ്റീരിയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.